ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൈഹാസ് കിച്ചൺ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഗീ റൈസും ബീഫ് കുറുമയാണ്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ കറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ 3 സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 തക്കാളി കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ 2 ടീസ്പൂൺ പച്ചമുളക് ചതച്ചത്, അതുപോലെ 2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 3 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ഒരു 700 ഗ്രാം ബീഫ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബീഫും മസാലയും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ഒരു 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വെള്ളവും നമ്മുടെ ബീഫ് മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പട്ടയും പൂവും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം, നമ്മുടെ ബീഫ് വെന്ത് കിട്ടുന്നവരെ. അതിനായിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് അരച്ച തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ഞാൻ കുറച്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ വലിയ ജീരകവും കൂടി ചേർത്ത് അരച്ചിട്ടുള്ള തേങ്ങയാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് നമ്മുടെ കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ അണ്ടി മുന്തിരി ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് അതിനകത്തൊന്ന് വറുത്തെടുക്കാം. ഇത് നന്നായി വറുന്നതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. നമുക്ക് ഇതിലേക്ക് ഒരു 4-5 ഏലക്കായും കുറച്ച് പട്ടയും കുറച്ച് പൂവും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഒരു സവാള കൂടെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നാൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ്. ഞാനിവിടെ 1 കപ്പ് അരിയാണ് റൈസിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 1.5 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ അരി എന്ന് പറയുന്നത് ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് റൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.